മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ വികസനം കൊടിക്കുന്നിൽ സുരേഷ് എം പി സന്ദർശനം നടത്തി. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉയർന്ന നിലവാരത്തിലേക്ക് മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിലെ വികസന നവീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കൊടിക്കുന്നിൽ സുരേഷ് എം പി സന്ദർശനം നടത്തി. അതിമനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനായിട്ട് മാവേലിക്കര റെയിൽവേ സ്റ്റേഷൻ മാറിയിരിക്കുന്നു. ഒന്നാം പ്ലാറ്റ്ഫോമും രണ്ടാം പ്ലാറ്റ്ഫോമും മൂന്നാം പ്ലാറ്റ്ഫോമും ഒക്കെ തന്നെ ആധുനിക രീതിയിൽ നവീകരിച്ചിട്ടുണ്ട്. ഈ സ്റ്റേഷൻ ബിൽഡിങ്ങിനകത്ത് യാത്രക്കാർക്ക് ആവശ്യമായ വെയിറ്റിംഗ് ഹാള്, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, VIP ലോഞ്ച്, അതുപോലെ സ്ത്രീകൾക്ക് പ്രത്യേകം വെയിറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ളവ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ പദ്ധതി ഏതാണ്ട് 10 കോടിയോളം രൂപയാണ്. സ്റ്റേഷനിൽ നിലവിൽ പുരോഗമിക്കുന്ന വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹം നേരിട്ട് വിലയിരുത്തി. യാത്രക്കാർക്കായി ഒരുങ്ങുന്ന അത്യാധുനിക കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, പ്ലാറ്റ്ഫോമുകളുടെ നവീകരണം, സ്നാക്സ് സെന്റർ, സ്റ്റേഷൻ കവാടത്തിന്റെ സൗന്ദര്യവൽക്കരണം എന്നിവ ഉൾപ്പെടെയുള്ള പ്രവൃത്തികളുടെ പുരോഗതി MP റെയിൽവേ ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇതുവഴി കടന്നു പോകുന്ന ഒരു ഓട വന്നിട്ട് അത്രയും വീട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് ഒഴുകി വരുന്ന വെള്ളം, അല്ലെങ്കിൽ തന്നെ അവിടെ വെള്ളക്കെട്ടാണ്, അതിലൂടെ ഈ വെള്ളവും കൂടെ വരുന്നതിന് ബുദ്ധിമുട്ട്. അതുപോലെ കാട് വെട്ടിത്തെളിക്കാനുള്ള ഒരു നടപടി തന്നെയാണ്. റെയിൽവേയുടെ സ്ഥലമാണ്, നഗരസഭയ്ക്ക് എല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ കാട് വെട്ടിത്തെളിക്കുന്ന ഒരു സമ്പ്രദായമേ ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഫുഡ് കോർപ്പറേഷന്റെ ഒരു വഴി, ആ വഴി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രമാണ്. ആ വഴി അവിടെ റെയിൽവേയുടെ ലൈറ്റ് ഉണ്ടെങ്കിൽ ലൈറ്റ് ഒരെണ്ണം പോലും തെളിക്കാത്ത ഒരു പ്രശ്നമാണ്. അന്ന് ഞാൻ ഇതെല്ലാം കൊടുത്തിട്ടുള്ളതാണ് MP-യുടെ നേതൃത്വത്തിൽ. നമ്മൾ ഇന്നത്തെ നമ്മുടെ ഈ സ്റ്റേഷൻ നിർമ്മാണത്തിന്റെ പുരോഗതി നോക്കാം. അതിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വന്നിട്ടുണ്ട്. നമുക്ക് DRM-ന്റെ സാന്നിധ്യത്തിൽ ഡിവിഷണൽ റെയിൽവേ മാനേജരെയും ബന്ധപ്പെട്ട ഡിവിഷണൽ എഞ്ചിനീയർ, ഡിവിഷണൽ മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് ട്രിവാൻഡ്രത്ത്. അവരെയും കൂടി വെച്ചുകൊണ്ട് നമുക്കൊരു മീറ്റിംഗ് നടത്താം. നമ്മൾ അന്ന് അവിടെ സംസാരിച്ചാണ്. അവരെ ഇവിടെ വെച്ച് ഒരു മീറ്റിംഗ് നടത്തി നിങ്ങൾക്ക് പറയാനുള്ള എല്ലാം പറയാം. എല്ലാ കാര്യങ്ങളും MP-യുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് DRM-ന്റെ ഓഫീസിൽ ഇതെല്ലാം അവിടെ പറഞ്ഞാൽ അവര് ഓരോന്നിനും DRM-ന്റെ സാന്നിധ്യത്തിൽ ചെയർപേഴ്സൺ ഈ കാര്യങ്ങളെല്ലാം അവിടെ വിശദീകരിച്ചാണ്. കാരണം ലോക്കൽ ആളുകളുമായി ബന്ധപ്പെട്ട ഈ സ്റ്റേഷൻ ചുറ്റുപാട് താമസിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ എല്ലാ കാര്യവും ചെയർപേഴ്സൺ നേതൃത്വത്തിൽ കഴിഞ്ഞ DRM മീറ്റിംഗില് തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞതാണ്. അവർ എല്ലാം നോട്ട് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞങ്ങൾ അതിന്റെ പ്രോഗ്രസ് എന്താണെന്ന് നോക്കിയിട്ട് DRM-ന്റെ സാന്നിധ്യത്തിൽ ഡിവിഷൻ റെയിൽവേ മാനേജ്മെന്റ് വളരെ വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക്. ആ ഒരു വഴിയല്ല, വേറെ വഴിയില്ല. ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. സോയിൽ ടെസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞ് നിർത്തി വെച്ചിരിക്കുന്നു. പിന്നെ വർക്ക് മുമ്പോട്ട് പോയിട്ടില്ല. വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വരും ദിവസങ്ങളിൽ നടപ്പിലാക്കേണ്ട കൂടുതൽ യാത്രാ സൗകര്യങ്ങളെക്കുറിച്ചും നവീകരണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകി.